എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ്, അതായത് dhsc.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് മാർക്ക് ചേഞ്ച് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മൂന്നാമതായിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ കാണാം ഒരു ലിങ്ക്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണ് റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ്റെ ആദ്യത്തെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്ക്രൂട്ടിനി റിസൾട്ട്. അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു റിസൾട്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ആർക്കും ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കും ഒരു മാർക്ക് ചേഞ്ച് വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റീവാലുവേഷൻ്റെ റിസൾട്ട്. അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ 10% അധികമായിട്ട് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന, അതായത് റീവാലുവേഷൻ ഫീസായിട്ട് അടച്ചിട്ടുണ്ടായിരുന്ന 500 രൂപ തിരികെ റീഫണ്ടായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ആർക്കൊക്കെയാണ് ആ ഒരു റീഫണ്ട് ലഭിക്കുക എന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നതിനായിട്ട് റീവാലുവേഷൻ റിസൾട്ട് ചേഞ്ച് വിത്ത് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും മൂന്നാമതായിട്ടുള്ള ലിങ്ക്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു PDF-ൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു സൈഡ് ഭാഗത്ത് ഏത് സബ്ജക്റ്റാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു സബ്ജക്റ്റ് എത്ര മാർക്കാണ്, അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിന് റീവാലുവേഷന് മുമ്പ് എത്ര മാർക്ക് കിട്ടി, റീവാലുവേഷന് ശേഷം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. റീഫണ്ടിന് അർഹത വേണമെങ്കിൽ നിങ്ങൾക്ക് 10% അല്ലെങ്കിൽ അതിന് മുകളിലോ മാർക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ 10% എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് ഉദാഹരണത്തിന് 40 മാർക്കാണെങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 46 അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 500 രൂപ തിരികെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു 10% എന്ന് പറയുന്നത് 8 മാർക്കാണ്. റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 30 മാർക്കാണ് കിട്ടിയതെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 38 അല്ലെങ്കിൽ 39 ഒക്കെ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടുന്ന, അതായത് 39 കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 9 മാർക്ക് കൂടി, അതായത് 8 മാർക്കാണ് 10%, 9 മാർക്ക് കൂടി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതായത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിനോട് ഈ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്കിൻ്റെ 10%ഓ അതിൽ കൂടുതലോ ലഭിച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കെമിസ്ട്രിക്ക് ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 33 മാർക്കാണ് റീവാലുവേഷന് മുമ്പുള്ളത്. റീവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥികൾക്കുള്ള മാർക്ക് എന്ന് പറയുന്നത് 44 മാർക്കാണ്. അതായത് ഏകദേശം 11 മാർക്ക് കൂടുതലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരികെ ലഭിക്കുന്നതാണ്. അതായത് 44-ൽ നിന്നും 33 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 മാർക്ക്, അതായത് 11 ലഭിക്കുന്നതാണ്. അപ്പോൾ 11 എന്ന് വെച്ചാൽ അതിൽ ആ ഒരു 60 മാർക്ക് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 10% ആയിട്ടുള്ള 6 മാർക്ക് മാത്രമേ ആ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ളൂ. അതായത് 6 മാർക്ക് മാത്രമേ ആ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ളൂ. പക്ഷേങ്കിൽ 11 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് നിങ്ങൾ റീവാലുവേഷൻ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു 500 രൂപ തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു DHSC വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് രണ്ടാമതായിട്ടുള്ള ലിങ്ക് കാണാം. അതായത് റീവാലുവേഷൻ റിസൾട്ട് വിത്ത് 10% ആൻഡ് അബവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങളുടെ പേര് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ പ്രിൻസിപ്പാൾ നിങ്ങൾക്ക് തിരികെ തരുന്നതായിരിക്കും. അപ്പോൾ
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് 10% മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിൽ എത്ര മാർക്കുണ്ട്, അതായത് ആ ഒരു സബ്ജക്റ്റിൽ റീവാലുവേഷന് ശേഷം എത്ര മാർക്കുണ്ടോ ആ ഒരു മാർക്കിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ റീവാലുവേഷന് മുമ്പ് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ആ ഒരു മാർക്ക് നിങ്ങൾ കുറക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 53 മാർക്കാണ്, റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 40 മാർക്കാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും ഈ ഒരു റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10%ഓ അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ട്, അതുപോലെ 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 8 മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 500 രൂപ തിരികെ റീഫണ്ടായിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ നിങ്ങൾക്ക് തിരികെ തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതായത് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.